നമുക്കിപ്പോൾ ഈ റാലിയിൽ തന്നെ കാണാം സ്ത്രീകളുടെയൊക്കെ വലിയ ഒരു പങ്കാളിത്തമാണ് നമുക്ക് കാണാനാവുന്നത്. അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ സന്തോഷം ഏറെ ഇരട്ടിയാണ്. ഇപ്പോൾ രാവിലെ മുതൽ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലേ? നല്ല സന്തോഷത്തിലാണ്. 7 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന അതിൽ ഞങ്ങൾ മുക്തി നേടിയ ദിവസം ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമാണ്. ഞങ്ങൾ എല്ലാ പെരുന്നാൾ പോലും ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കലില്ല. അന്നപ്പൊക്കെ ഇതിനകത്തൊക്കെ വരില്ല ഞങ്ങൾ ഓരോ സമരവുമായിട്ട്. ഇന്ന് ഞങ്ങൾ നല്ല ആഹ്ലാദത്തിലാണ് ഞങ്ങൾ കുട്ടിയെ കൊണ്ട്. ഇനി ഇത് ഞങ്ങൾ കുട്ടിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രി മുതലേ അവിടെ പടക്കം പൊട്ടിച്ചും മറ്റൊക്കെ ആഘോഷം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആഘോഷമാണ്. ഞങ്ങൾ പെരുന്നാളും ഈസ്റ്ററും ക്രിസ്മസും എല്ലാം അതാണ് സന്തോഷമാണ്. ഞങ്ങൾക്ക് അതിമറന്ന സന്തോഷം. ഞങ്ങൾക്ക് അത്ര 7 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടില്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. നല്ല വെള്ളം നല്ല വായു ഒക്കെ കിട്ടുന്നത് തന്നെ ഏറ്റവും സന്തോഷം. ഏറ്റവും സന്തോഷം. ഭക്ഷണമൊന്നുമില്ലേ വേണ്ടിയില്ല, വെള്ളവും വായു കിട്ടുമല്ലേ ഞങ്ങൾക്ക്, അത് മതി. സന്തോഷമുണ്ട്. നിഷാദ്, എന്തായാലും സ്വസ്ഥമായിട്ട് തങ്ങൾക്ക് ഇനി അവിടെ കഴിയാം, അതിനുള്ള ഒരു അവസരമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ സന്തോഷമാണ് എന്ന് തന്നെയാണ് ഈ വീട്ടമ്മമാരൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ സമരസമിതി നേതാക്കൾ ഒക്കെ ഇവിടെയുണ്ട്. ബാബു കുടിക്കൽ അതുപോലെ തന്നെ മറ്റു നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഒന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം കൂടി കാഴ്ചവെക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം കട്ടിപ്പാറ പഞ്ചായത്തിലെ ഒരു മത്സ്യക്കുഞ്ഞിന് പോലും ഇതിനെക്കൊണ്ട് ഒരു ദോഷമില്ല. കാരണം കട്ടിപ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാലിന്യ ഫാക്ടറിയാണ് ഫ്രഷ് കട്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കട്ടിപ്പാറ സെക്രട്ടറി അയാൾ ഇവർക്ക് അനുകൂലമായി കള്ളപ്പേപ്പറുകളും അതുപോലെ തന്നെ അഫിഡവിറ്റുകളും തയ്യാറാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും അതുപോലെ തന്നെ പിന്നെ ശുചിത്വ മിഷനൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാൾ ഇവിടുന്ന് പേപ്പർ കൊടുക്കുന്നത്. ഞങ്ങൾ വരുമ്പോഴൊക്കെ അയാൾ പറയും ഞാൻ വേണ്ടത് ചെയ്യാം. അന്ന് വെള്ളം കയറിയ സമയത്ത് ഞങ്ങൾ വന്നു, അയാൾ വന്ന് നോക്കിയിട്ടില്ല. വെള്ളം ഇറങ്ങിയതിന് ശേഷം അയാൾ ആളെ പറഞ്ഞു വെച്ച് നോക്കിയിട്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തത് ഇവിടുത്തെ വെള്ളം പരിശോധിക്കണം. അപ്പൊ അവിടെ വെള്ളമല്ല, 2 ദിവസം കഴിഞ്ഞ് വെള്ളമല്ല. ഇതാണ് ഈ സെക്രട്ടറി ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഈ കട്ടിപ്പാറ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ വന്നതും. നിങ്ങൾ ആ വീട്ടമ്മമാരുടെ ഒരു സന്തോഷം കണ്ടു. നിങ്ങൾ 7 വർഷത്തോളമായി അവർ വീട്ടിൽ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്, ശരിക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട്, ശരിക്കൊന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട്, എന്താ അവർ പറയുന്നതെന്നറിയോ? ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഉണക്കമീൻ ചുടുകയോ പൊരിക്കുകയോ ചെയ്തിട്ട് അത് മക്കളുടെ അടുത്ത് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അതായത് ഈ മണവും കൂടി ജോയിൻ്റ് ചെയ്ത് ഉണക്കമീൻ്റെ മണമെന്ന് പറഞ്ഞ് മക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 7 വർഷത്തോളം മക്കൾക്ക് ഭക്ഷണം കൊടുത്തൊരു വീട്ടമ്മയാണ് സംസാരിക്കുന്നത്. പെരുന്നാൾ, വിഷു, ഓണം ഈ ദിവസങ്ങളിലൊക്കെ ഉച്ച കഴിഞ്ഞാൽ അവർ തെരുവിലിറങ്ങുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുകയാണ്. ഒരു